ഹജ്ജ് കൃത്യം, അൽ ഹജ്ജു അൽ ഖസ്ദു. ഹജ്ജ് എന്നാൽ ഉദ്ദേശിക്കലാണ്. ആര്? അള്ളാഹുവിനെ തേടി പോരാ. 10ാമത്തെ കൊല്ലം ആ സഹറത്തിൻ്റെ അടിയിൽ നിന്ന് അങ്ങോട്ട് ഫതഹാണ് കിട്ടി. വേഗം പിന്നെ ഹജ്ജിന് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ അത് നുണയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹിനെ തേടിയത്. മനസ്സിലായില്ല? നിനക്ക് ഞാൻ ഉത്തരം തരുന്നു എന്ന് പറയണമെങ്കിൽ എന്നെ തിരിയണല്ലോ. 10ാമത്തെ കൊല്ലം മനസ്സിലായത്. അത് കിതാബ് എന്നല്ല, നട്ടപത്രം കിട്ടിയത്. തേടി വന്നു. പിന്നെ വന്നു. പിന്നെ ഹജ്ജ് കഴിഞ്ഞ് ബഗ്ദാദിൽ മടങ്ങി വന്നു. ദർസ് നടത്തില്ല. ആ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേന് ആളുകൾക്ക് ഈമാൻ കിട്ടും. പിന്നെ അവസാനമൊന്നുമില്ല, പിന്നെ ദർസുമില്ല, ഒന്നുമില്ല. പള്ളിയിലിരിക്കും, കിതാബ് എഴുതും. കുറഞ്ഞ കിതാബുകളൊക്കെ കാലത്ത് എഴുതിയിട്ടുണ്ട്. ചിന്തിക്കാം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, മനസ്സറിഞ്ഞ മീമർ അള്ളാഹു തല തൗഫീഖ് തരട്ടെ. خليلي عرس عند قهوات رابغي تبيت تراعي النجم من كل بازغ. ഖലീലി, എൻ്റെ കൂട്ടുകാരാ, അരിസ് നീ ഒന്ന് ഇറങ്ങി വിശ്രമിക്ക്. അന്ത ഖഹ്വത്തി റാബിഗിൻ, റാബിഗിലെ കപ്പിക്കടയുടെ അടുത്ത്. ആളുകൾ ഒട്ടക്കക്കൂട്ടങ്ങളൊക്കെ വന്നിട്ട് നിൽക്കുന്ന ഒരു മഹത്തത്തുൽ റഹലാത്താണ്, യാത്രാ സംഘങ്ങളുടെ ഒരു സ്റ്റേഷനാണ്. എന്ത്? റാബിഗ. അങ്ങനെ ഒരുപാട് സ്റ്റേഷനുകളുണ്ടല്ലോ. ഒരു യാത്രക്കാരൊക്കെ ഒന്ന് ഇറങ്ങി വിശ്രമിക്കുന്ന. ഇപ്പം നമ്മൾ ദുൽഹുലൈഫയിൽ ഒന്ന് ഇറങ്ങി വിശ്രമിക്കും, എന്നിട്ട് അവിടെ നിന്ന് ഇഹ്റാം ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ യാത്രയിലൊക്കെ. മനസ്സിലായില്ലേ പറഞ്ഞത്? അങ്ങനെപ്പെട്ട സ്ഥലമാണ് റാബിഗ. ഖലീലി അരിസ് ഇൻദ ഖഹ്വാതി റാബിഗി തബീതു തുറാഇ നജ്മ മിൻ കുല്ലി ബാസിഗി. തബീതു, നിനക്കങ്ങനെ നിനക്ക് രാപ്പാർക്കാമല്ലോ. തുറാഇ നജ്മ, നക്ഷത്രത്തെ നോക്കി. കാപ്പി കുടിക്കാം, അതിനിടയ്ക്ക് നക്ഷത്രത്തെ നോക്കി അങ്ങനെ എനിക്കങ്ങനെ കാപ്പി കുടിക്കാം. മിൻ കുല്ലി ബാസിഗി, എല്ലാ ഉദിച്ചുയർന്നതിൽ നിന്നുമുള്ള നക്ഷത്രം. ആ ഉദിച്ചുയർന്ന് നിൽക്കുന്ന നക്ഷത്രത്തിനെയൊക്കെ നോക്കി എനിക്ക് അങ്ങനെ കാപ്പി കുടിക്കാം. മദീനയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നീ റാബിഗില. ആ ഉദിച്ചുയർന്ന് നിൽക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആ നക്ഷത്രത്തെ നിനക്ക് നോക്കിയിട്ട് അങ്ങനെ രാത്രി കഴിച്ചു കൂട്ടാം. അങ്ങനെയാണ് നീ പറയും. കുറച്ചുകൂടി പറഞ്ഞാൽ മനസ്സിലാവും എന്താണ് പറഞ്ഞത്. സിർ യൗമഹു ഫഇൻ തബിൻ ലക ഖുബ്ബത്തുൻ ദുവൈന السماء تزري بنور البوازغ. എന്നിട്ട് ആ പകലിൽ നിന്ന് മുന്നോട്ട് പോയിക്കോ. പിന്നെ ആ രാത്രി അങ്ങനെ റാബിഗിൽ ആ രാത്രി നീ അങ്ങനെ കഹ്വക്കാടയുടെ അടുത്ത് കഴിച്ചുകൂട്ടിക്കോ. നക്ഷത്രയും നോക്കി ആ രാത്രി അങ്ങനെ കഴിച്ചു. ഫസിർ, എന്നിട്ട് നീ നടക്കുക. യൗമഹു, അതിൻ്റെ പകലിൽ. ഫഇൻ തബിൻ ലക, നിനക്ക് വെളിവായാൽ ഖുബ്ബത്തുൻ, ആ മഹാ ഖുബ്ബ വെളിവായാൽ. എവിടെയുള്ള ഖുബ്ബ? ദുവൈന السماء, ആകാശത്തിൻ്റെ തൊട്ട് താഴെയുള്ള. അത് ഉയർന്നു നിൽക്കുന്ന കുബ്ബയാണ്. ബിനൂരിൽ ബവാസിഗി, എല്ലാ ഉദിച്ചുയർന്നു നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ ഈ പ്രകാശങ്ങൾക്കും മീതെയാണ് ആ നക്ഷത്രം, ആ കുബ്ബ ഉദിച്ചു നിൽക്കുന്നത്. അതായത് ആ കുബ്ബയിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെടുന്നുണ്ട്. ആ പ്രകാശം എല്ലാ നക്ഷത്രങ്ങളുടെ പ്രകാശത്തിൻ്റെയും മീതെയാണ്. അങ്ങനത്തെ കുബ്ബയാണ് ആ കുബ്ബ. അതിനാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? നീ നക്ഷത്രത്തെ നോക്കിക്കോ, എന്നിട്ട് പിന്നെ അതിനേക്കാളും വലിയ നക്ഷത്രം വരാൻ പോകുന്നുണ്ട്. അതേതാണ്? ഖുബ്ബത്തു റസൂലില്ലാഹി ഹബീബ നബിയുടെ ഖുബ്ബയാണ്. അൽ ഖുബ്ബത്തുൽ ഖദ്റാ ആണ് അവിടെ ഉദ്ദേശം. സിർ യൗമഹു ഫഇൻ തബിൻ ലക ഖുബ്ബത്തുൻ ദുവൈന السماء തുസ്രി ബിനൂരിൽ ബവാസിഗി. ഫസിർ യൗമഹു, എന്നിട്ട് അതിൻ്റെ പകലിൽ നീ നടക്കുക. ഫഇൻ തബിൻ ലക, നിനക്ക് വെളിവായാൽ, വ്യക്തമായാൽ, വെളിവായാൽ ഖുബ്ബത്തുന, മഹാ ഖുബ്ബ വെളിവായാൽ. ദുവൈന السماء, ആകാശത്തിൻ്റെ തൊട്ടു താഴെയുള്ള. ദൂനയുടെ തസ്ഗീറാണ് ദുവൈൻ. ആകാശത്തിൻ്റെ തൊട്ടടുത്തുള്ള ആ ഖുബ്ബ നിനക്ക് വെളിവായാൽ. തുസ്രി, അത് മീതയാകുന്ന ഖുബ്ബയാണ്. ബിനൂരിൽ ബവാസിഗി, എല്ലാ ഉദിച്ചുയർന്നു നിൽക്കുന്ന നക്ഷത്രങ്ങളെക്കാളും അത് മീതയായ ഖുബ്ബയാണ്. അതായത് അതിനേക്കാൾ ബിനൂരിൽ ബവാസിഗി, നൂറുൽ ബവാസിഗ് കൊണ്ട് അത് മീതയാണ്. അതായത് എല്ലാ ഉദിച്ചുയർന്ന നക്ഷത്രങ്ങൾക്കും ഈ ഖുബ്ബയിൽ നിന്നാണ് വെളിച്ചം കിട്ടിയിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഖുബ്ബ എല്ലാ നക്ഷത്രങ്ങൾക്കും 100 കൊണ്ട് മേലെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. തുസ്രി, അതിങ്ങനെ ഉയർന്ന് അതിങ്ങനെ മീതയാവുകയാണ്. എന്തുകൊണ്ട്? ബിനൂരിൽ ബവാസിഗ്, ബവാസിഗിൻ്റെ 100 കൊണ്ട്. അതായത് ബവാസിഗിന് ഉദിച്ചുയർന്ന് നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് പ്രകാശം കൊടുക്കൽ കൊണ്ട് ആ പ്രകാശം ഇവിടുന്ന് കിട്ടിയതാണ്.
അങ്ങനത്തെ കുബ്ബയാണ് ആ കുബ്ബ എന്ന് എല്ലാ നക്ഷത്രങ്ങൾക്കും ആ കുബ്ബയിൽ നിന്ന് കിട്ടി വിളിച്ചാണ് എന്നർത്ഥം. അത് സത്യം തന്നെയല്ലേ? എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്തൊന്നിനും ഒരു നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഹബീബായ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുട്ടി ജനിക്കൂല, ലുബൈദൻ, ഒരു ലബീദിനെ നിനക്ക് കിട്ടൂല എന്ന് പറഞ്ഞില്ലേ? നേരെ എവിടെയോ പറഞ്ഞു, ലയാദ് എന്ന് പറഞ്ഞില്ലേ 13-ാമത്തെ പേജിൽ? ഒരു ജനിക്കുന്ന കുട്ടിയെ നിനക്ക് കണ്ടെത്താൻ കഴിയില്ല നബി ഇല്ലെങ്കിൽ. ഈ പ്രപഞ്ചത്തിന്റെ വിത്ത് ഹബീബാ നബിയാണ് എന്ന് പറഞ്ഞ പോലെ. പിന്നെ നിനക്ക് ആ കുബ്ബ വെളിവായാൽ തുസല്ലി, നീ സ്വലാത്ത് ചൊല്ലിക്കോ, അലാ ഖൈറിൽ അനാമി, ഖൈറുൽ അനാമിന്റെ മേൽ, അതായത് മുഹമ്മദിൻ, പ്രപഞ്ച സൃഷ്ടികളിൽ അത്യുത്തമരുടെ മേൽ. ആ കുബ്ബ വെളിവായാൽ, കുബ്ബണ് കിട്ടിയാൽ വേഗം എന്ത് ചെയ്യണം? നീ സ്വലാത്ത് ആരമേൽ, അലാ ഖൈറിൽ അനാമി മുഹമ്മദി, മുസ്തഫ നബിയുടെ മേൽ സ്വലാത്ത്. നമ്മളെ കൽബിലേക്ക് ആ സ്നേഹം അല്ലാഹു ഇട്ട് തരട്ടെ, അതല്ലാഹു ഇട്ട് തരട്ടെ. അത് ഇട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു, പിന്നെ ഒന്നും വേണ്ട. ഇതാണ് കിട്ടണം, എന്നാ പിന്നെ രക്ഷപ്പെട്ടു. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. അതാണ് കുബ്ബ നിനക്ക് വെളിവായി കിട്ടിയാൽ തുസല്ലി അലാ ഖൈറിൽ അനാമി മുഹമ്മദി, നീ ആ ഖൈറുൽ അനാമായ ആ സൃഷ്ടിജാലങ്ങളിൽ അത്യുത്തമരുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലുക, അതായത് മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയുൽഖാ അലൈക്കൽ ഹഖ് മിൻ കുല്ലി ദാമിഗി, അപ്പോൾ നിനക്ക് ഇട്ട് നൽകപ്പെടും, അപ്പോൾ നിനക്ക് നൽകപ്പെടും, നിന്റെ മേൽ അലൈക്ക, നിന്റെ മേൽ ഇടപെടും, അൽ ഹഖു, ഹക്കിനെ ഇടപെടും, മിൻ കുല്ലി ദാമിഗി, എല്ലാ ലക്ഷ്യങ്ങളിൽ നിന്നും. ഹക്ക് നിനക്കങ്ങോട്ട് തലച്ചോറിൽ, ദിമാഗ് ദാമിഗ്, എല്ലാ ലക്ഷ്യങ്ങളിൽ നിന്നും നിനക്ക് ഹക്കാണ് ഇടപെടും. ഹക്കിനെ നിനക്കണ്ട് കിട്ടും. ഹക്ക് ബുക്കിൽ നോക്കി പഠിക്കലല്ല. ഹക്ക് എന്ന് പറഞ്ഞാൽ ബുക്കിൽ നോക്കി പഠിക്കുന്ന ഹക്ക് വളരെ ചെറിയ ഹക്കാണ്. ഹക്കറിയുന്നവർ തന്നെ ബുക്കിലെല്ലാം എഴുതൂല. എന്തുകൊണ്ട്? ബുക്കിൽ എഴുതാൻ പറ്റൂല. ബുക്കിൽ എഴുതിയാൽ ഞാൻ മോശവാസനാവും. അപ്പോൾ പിന്നെ അങ്ങനെ ഹക്ക് എന്ന് പറഞ്ഞാൽ അത് ഫയുൽഖാ അലൈക്കൽ ഹഖ്, ഹക്കിനെ ഇടപെടലാണ്. ബുക്കിലെ ഹക്ക് നോക്കിയിട്ട് മനസ്സ് മടുത്തുപോയി. അപ്പോൾ അബൂ ഹമീദ് അൽ ഗസാലി, മുഹമ്മദ് ബിൻ മുഹമ്മദ് അബൂ ഹമീദ് അൽ ഗസാലി 1196 നാട് വിട്ടു. പിന്നെ തിരിച്ചു വരുന്നത് 1106 10 കൊല്ലം നാട് വിട്ടു. 55-ാമത്തെ വയസ്സ് മരിച്ചു. അതിൽ 10 കൊല്ലം വനവാസം. വനവാസം എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമെന്നേ ഉള്ളൂ. വനത്ത് പോയി എന്നല്ല, അലിഞ്ഞു. ഹക്ക് കിട്ടാൻ വേണ്ടി, ഹക്കിനെ ഇടപെടാൻ വേണ്ടി. ബുക്കിലെ ഹക്ക് പോരാ. ഇന്ന് നമ്മൾ ബുക്കിൽ നിന്നാണ് ഹക്ക് വാങ്ങുന്നത്. അതാണ് നമ്മൾ ഹക്ക് എപ്പോഴും ഖാസിറോ, നമുക്ക് പൂർണ്ണമായ ഹക്ക് കിട്ടൂല. ബുക്കിൽ നിന്ന് പഠിച്ചിട്ട് കാര്യമില്ല. എന്നാൽ കാര്യമല്ലേ, കാര്യമുണ്ട്, പൂർത്തിയാവില്ല. ഏത് ബുക്കിലെ ഹക്കിൻ്റെ മേലും ബാത്തിൽ മികക്കും. ബാത്തിൽ നിറം ഭയങ്കര കഴിവാണ്. ഞങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കിതാബ് നോക്കിയിട്ട് സീറ് ബാത്തിലാക്കുന്നവൻ വീട്ടിയാണ്. എൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ സീറ് ബാത്തിലാക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവർ കോഴിക്കോട് പരോപകാരം എന്നൊരു ബുക്ക് കിട്ടും. എന്തായാലും പറയാം, കോഴിക്കോട് വഹാബികളെ ബുക്ക് സ്റ്റാൾ വരെ ഈ പരോപകാരം ഏറ്റവും ചിലവുള്ളൊരു സാധനമാണ്. അതിൽ നോക്കിയിട്ട് അവർ എഴുതിത്തരും. കളങ്ങനെ വരച്ച്, ഇങ്ങനെ കള്ളി വരച്ച്, അതിൽ അലിഫ് ഭാഗത്താവുകൾ എഴുതിയിട്ട് അത് കൊണ്ടുപോയിട്ട് മുട്ടമ്മേൽ വെച്ച് തലച്ചോറിൽ തലിൻ്റെ മേലെ വെച്ചിട്ട് നിങ്ങൾ 33 യാസീൻ ഓതിയിട്ട് കരിച്ചാളി എന്നറിയും. നിങ്ങൾ 33 അല്ല 333 യാസീൻ ഓതിയാലും നിങ്ങളെ സീർവാത്തിലാവില്ല. എന്തുകൊണ്ട്? ബൊക്കിൻ്റെ മേലുള്ള ഇബ്താലിൻ്റെ മേൽ ആര് മികച്ചു? പിശാച് മികച്ചു. പിശാചിന് അതൊക്കെ ഈസിയാണ്. പറഞ്ഞ മനസ്സിലായില്ല തന്നെ. അതാണ് എന്തുകൊണ്ടാണ് മുത്തനബി ബുക്ക് പഠിക്കാതിരുന്നത്? ബുക്ക് പഠിച്ചാൽ, ബുക്ക് എന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ബുക്കാകണം. ഇത് മുസ്തഫ റസൂലുള്ളാഹി കിട്ടിയ ബുക്ക്, അങ്ങനത്തെ ബുക്കാണ്. മുമ്പ് എഴുതിയ ഒരു ബുക്ക് അത് മതിയാവില്ല. മനുഷ്യൻ അതിൻ്റെ മേൽ കൈവച്ചു. ഒരു ബുക്ക് മുസ്തഫ നബി പഠിച്ചില്ല. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീൻ, ഉമ്മീയങ്ങളിൽ വന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ. പിന്നെന്തേ? ഒന്നുമില്ല. ഒക്കെ ഇട്ടതാ ഫയുൽഖാ അലൈക്കൽ ഹഖ്, ഹക്കിനെ ഇടപെട്ട ആളാണ് മുഹമ്മദ് മുസ്തഫ. വേറൊന്നുമില്ല. ഒമന മുഹമ്മദിനെ ഒത്തിനയച്ചില്ല, ഒത്തിനയക്കൂല. എന്തു
ഇതുകൊണ്ട് ഫയുൽഖാ അലൈക്കൽ ഹഖ്. മനസ്സിലായില്ലേ? ചിന്തിക്കുക. അതാണ് പൂർണ്ണത. 10 കൊല്ലം, 10ാമത്തെ കൊല്ലം ഖുബ്ബത്തു സഖറയുടെ താഴെയുള്ള ആ പാറക്കല്ല്, ആ സഖറത്തിൻ്റെ താഴെ ഇരിക്കണം നേരത്തെ നട്ടപ്പാതിരക്ക്. അപ്പോൾ ഇങ്ങോട്ട് തുറന്നു കിട്ടി. ഫസാറ മഫ്തൂഹൻ അലൈഹി, അള്ളാഹു അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ടവർക്ക് ഫതഹ് നൽകി. രാജാവിൽ നിന്ന് സമ്മതം വാങ്ങിയതാണ്, ഞാൻ ഹജ്ജിന് പോവാണ്, അതുകൊണ്ട് എന്നെ തൽക്കാലം ഒഴിവാക്കി തരണം. പലതും പറഞ്ഞിട്ടും രാജാവ് സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഹജ്ജിന് പോവാണ്. അപ്പം ഹജ്ജിന് പോകുന്ന പറഞ്ഞപ്പോൾ രാജാവ് സമ്മതിക്കൽ നിർബന്ധമാണ്. ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് പോയതാണ് 10 കൊല്ലം. ഹജ്ജ് കൃത്യം അൽ ഹജ്ജു അൽ ഖസ്ദു. ഹജ്ജ് എന്നാൽ ഉദ്ദേശിക്കലാണ്. ആരെ? അള്ളാഹുവിനെ തേടി പോയതാണ്. 10ാമത്തെ കൊല്ലം ആ സഖറത്തിൻ്റെ അടിയിൽ നിന്ന് അങ്ങോട്ട് ഫതഹ് കിട്ടി. വേഗം പിന്നെ ഹജ്ജിന് പോയി. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ അത് നുണയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹിനെ തേടിയത്. മനസ്സിലായില്ല? നിനക്ക് ഞാൻ ഉത്തരം തരുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്നെ തിരിയണല്ലോ. 10ാമത്തെ കൊല്ലം മനസ്സിലായത്. അത് കിതാബ് എന്നല്ല, നാട്ടപത്രം കിട്ടിയതാണ്. തേടിയാണ്. പിന്നെ ഹജ്ജ് കഴിഞ്ഞ് ബഗ്ദാദിൽ മടങ്ങി വന്നു. ദർസും നടത്തില്ല. ആ മുഖത്തേക്ക് നോക്കുമ്പോഴത്തിന് ആളുകൾക്ക് ഈമാൻ കിട്ടും. പിന്നെ വർത്താനൊന്നുമില്ല, പിന്നെ ദർസുമില്ല, ഒന്നുമില്ല. പള്ളിയിലിരിക്കും, കിതാബ് എഴുതും. കുറഞ്ഞ കിതാബുകൾ ആ കാലത്ത് എഴുതിയിട്ടുണ്ട്. ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, മനസ്സറിഞ്ഞ മീമർ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല മനസ്സറിയ ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഫതഹിൻ്റെ മുമ്പ് എഴുതിയതാണ് യഹ്യ. ഫതഹിന് ശേഷം എഴുതിയതല്ല. ചുരുക്കത്തിൽ ആൾ കിട്ടും. ഫയുൽഖാ അലൈക്കൽ ഹഖ് തുസല്ലി അലാ ഖൈരിൽ അനാമി മുഹമ്മദി ഫയുൽഖാ അലൈക്കൽ ഹഖ് മിൻ കുല്ലി ദാമിഗി. എല്ലാ ലക്ഷ്യങ്ങളിൽ നിന്നുമുള്ള ഹക്കിനെ നിന്റെ മേൽ ഇടപെടും. പിന്നെ നിന്റെ തലച്ചോറെന്നറിയും, നിന്റെ റൂഹെന്നറിയും, നിന്റെ തലച്ചോറിനറിയും. ലക്ഷ്യം നോക്കി ഒരു കിതാബ് പലതുണ്ട്, ആവശ്യം നിനക്ക് വരൂല. എല്ലാ ലക്ഷ്യങ്ങളിൽ നിന്നും നിന്റെ മേൽ ഇടപെടും. എന്തിനിടപെടും? ഹക്കിനെ ഇടപെടും. മനസ്സിലായില്ലേ? ആത്മാർത്ഥമായി എവിടെ ചെന്നാൽ പറ, എവിടെ ചെന്നാൽ? മദീന ചെന്നാൽ ആത്മാർത്ഥമായി ചെല്ലണം. دوين السماء تزري بنور البوازغ تصلي على خير الأنام محمد فيلقى عليك الحق من كل دامغ لتنزل عن الأكوار وامشي تكرما ومرغ خديدا في الربع وبالغ لتنزل. നീ ഒന്ന് ഇറങ്ങ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നീ ഇറങ്ങട്ടെ, നീ ഇറങ്ങ്. തൻസിൽ, നീ ഒന്നിറങ്ങണം. അനിൽ അക്വാരി, ഒട്ടകങ്ങളുടെ മുകളിൽ നിന്ന്. കൂറ്, യാത്രാവാഹനമായി ഉപയോഗിക്കുന്ന ഒട്ടകത്തിനാണ് കൂറ് എന്നറിയാം. അതിൻ്റെ ബഹുവചനമാണ് അക്വാർ. മദീനയിലെത്തിൻ്റെ കുബ്ബ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? സലാത്തെല്ലും വേണം, ഒട്ടപ്പുറത്തുനിന്ന് ഇറങ്ങണം. പിന്നെ വാഹനത്തിൽ പോകാൻ പാടില്ല. വംശി, പിന്നെ നടക്കണം. ബഹുമാനിച്ചിട്ട് പിന്നെ ഇല്ല, പിന്നെ വാഹനമില്ല. മാറക്കിബ മാലിക് ബിൻ അനസ് ബിൽ മദീന തകറുമൻ ബിജുസ്സത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ആ ജുസ്സത്തു ഷരീഫായോടുള്ള ആ മാറ്റം ബഹുമാനം കാരണം മദീനയിൽ വാഹനത്തിൽ കയറിയിട്ടില്ല മാലിക് റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? അതായത് കുബ്ബ കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? ഒന്ന് എന്ത് ചെയ്യണം? സ്വലാത്തിൽ തൻസിൽ, പിന്നെ നീ ഇറങ്ങണം. അനിൽ അക്വാരി, കൂറുകളെ തൊട്ട് ഇറങ്ങണം. കൂറ് എന്നാൽ യാത്ര ഒട്ടകം, അക്വാർ ഒട്ടകങ്ങൾ, അതിനെ തൊട്ട് നീ ഇറങ്ങണം. വംശി, എന്നിട്ട് നീ നടക്കണം. തകറുമൻ, ബഹുമാനത്താൽ കാലുകൊണ്ടടക്കുക. ദുൽഖർനൈൻ ഇബ്രാഹിം നബിയുടെ കാലക്കാരനാണെന്നും ഒരഭിപ്രായം ഉണ്ട്. അവരെക്കുറിച്ച് റൂഹുൽ ബയാനിൽ ഒരിടത്ത് കാണാം. ഒരു സ്ഥലത്ത് വെച്ച് മക്കയിലൂടെ യാത്ര വരുമ്പോൾ ആരോ ദുൽഖർനൈനോട് പറഞ്ഞു എന്നുണ്ട്. എന്ത്? ഇതാ ഇന്ന ബിനാല ഇബ്രാഹിം, ഞങ്ങളുടെ നാട്ടിലിപ്പോൾ മക്കയിലിപ്പോൾ ഇബ്രാഹിം ഉണ്ട്. ഇസ്മ ഇബ്രാഹിം നസല മിനൽ ഖൈൽ, കുതിരപ്പുറത്ത് നിറങ്ങി. ഫമശ, നടന്നു. നഹവ ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ നേർക്ക് നടന്നു. ആ നാട്ടിലേക്ക് എവിടെ നിന്ന് അന്വേഷിച്ച് നടന്നു. അപ്പോൾ ആൾ പറഞ്ഞു, വത്സഫർ വഴീട്ട് കുറച്ചും കൂടി പോകാണ്ട്, ഇപ്പം തന്നെ കുതിരപ്പുറത്ത് നിറങ്ങണ്ട. അപ്പോൾ പറഞ്ഞു, ലാ അർകബു ഫീ ബൽദത്തിൻ വഫീഹാ ഇബ്രാഹിം, ഇബ്രാഹിം നബി ഒരു നാട്ടിലുണ്ടെങ്കിൽ അവിടെ ഞാൻ വാഹനത്തിൽ കയറൂല.
ആര് പറഞ്ഞു? ദുൽഖർനൈൻ പറഞ്ഞു എന്ന് റൂഹുൽ ബയാനിലുണ്ട്. തക്കറും ബഹുമാനം. മനസ്സിലായില്ലേ? ചിന്തിക്കാം. നടക്കുക, പിന്നോട് നടക്കണം, പിന്നോട് നടക്കണം, പിന്നോട് വാഹനം പുറത്ത് പറ്റൂല, നടക്കണം. നോക്ക് 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 നോക്ക്. നീ ഇറങ്ങണം, അയിലക്വാരി കൂറുകളെ തൊട്ട് ഇറങ്ങണം. യാത്രാ ഒട്ടകങ്ങൾ വംശി. എന്നിട്ട് നീ നടക്കണം. തക്കറുബാൻ ബഹുമാനത്തോടെ നടക്കണം, ബഹുമാനത്താൽ നടക്കണം. അവിടെ എത്തിക്കഴിഞ്ഞാലോ നീ ചെളി പുരട്ടണം. ഹുദൈദൻ നിന്റെ കുഞ്ഞു കവിളിൽ. ഹദ്ദിന്റെ തസ്ഗീറാണ് ഹുദൈദ്. നിന്റെ കവിളിൽ നീ മണ്ണ് പുരട്ടണം. ഫിറുബോയി ആ മുത്തുനബിയുടെ ഖബർ ഷരീഫിന്റെ പരിസരത്തുള്ള മണ്ണിൽ നിന്ന് നീ പുരട്ടണം. ബാലിഗി പരമാവധി നീ ശക്തി കൂട്ടുകയും വേണം. ഇത്തിബാൻ 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 ലിസുന്നത്തി ഫാത്തിമ അൽ ഹബീബ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളായ ഫാത്തിമ ബിയോടുള്ള ഇത്തിബാണത്. എന്ത്? ഫാത്തിമ ബിബി ഖബർ ഷരീഫിൽ വന്നാൽ കിടക്കൈ, എന്നിട്ട് രണ്ട് കബളും നിറയെ എന്താക്കും? മണ്ണിലിട്ട് വരസും. സുബ്ബത്ത് അലയ്യ മസ്വാഇബുൻ ലൗ അന്നഹാ സുബ്ബത്ത് അലൽ അയ്യാമി സിർന ലയാലിയ. ആ സമയത്ത് അവർ ചൊല്ലിയിരുന്ന ബൈത്താണത്. സുബ്ബത്ത് അലയ്യ മസ്വാഇബുൻ ലൗ അന്നഹാ. ഞാൻ അങ്ങ് വഫാത്തായതിനു ശേഷം പലതരമുള്ള മുസീബത്തുകളും എന്നെ വേട്ടയാടി. സുബ്ബത്ത് അലയ്യ അപ്പോൾ തുറാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു തുറാബ് ഖബ്രിഹി ഷരീഫ്, ഷറഫാക്കപ്പെട്ട ആ ഖബറിലെ മണ്ണ് അവിടുത്തെ ഖബറിലുണ്ടാവും. അതാണ് ആ ചര്യ. ആരുടെ ചര്യയാണത്? ഫാത്തിമ. അതാണ് പറഞ്ഞത്. അതൊക്കെ നമുക്ക് ചര്യയാണ്. സിദ്ദീഖുൽ അക്ബർ ചര്യയല്ലേ? ആണ്. അതിനേക്കാൾ വലിയതല്ലേ ഫാത്തിമ ബീവി? ഫാത്തിമ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബി മാത്രമല്ല, ഫാത്തിമ മുത്തുനബി എന്നല്ലേ? മുത്തുനബി എന്നല്ലേ? അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാ എന്നല്ലേ പറഞ്ഞു? അന്തല്ലാത്തവൻ അത്ര പറഞ്ഞിട്ടുള്ളടാ. അന്തള്ളവന് അതല്ല പറഞ്ഞത്. അന്തള്ളവൻ എൻ്റെ അപ്പുറത്ത് വായിക്കും, അന്തല്ലാത്തവൻ അതേ വായിക്കുള്ളൂ. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാ റാഷിദീൻ അങ്ങനെയല്ലേ പറഞ്ഞത്? യഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബീ ബക്കർ വഉമറ അങ്ങനെയല്ലേ പറഞ്ഞത്? ചിന്തിക്ക്. അങ്ങനെ പറഞ്ഞോൾ ഇത് പറയാത്തതാ ചങ്ങായി. ഇതാണടാ ഒറിജിനൽ. അതെടുത്തോ എടുത്തോ. എന്നാൽ ഇതിനും ചരിയുണ്ട്. എന്തുകൊണ്ട്? ഇത് ജീവിതത്തിൽ ഈ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബിനടക്കം തെറ്റുപറ്റിയവരാണ്. ഇവരൊക്കെ മുസ്തഫ നബിയെ കൊല്ലാൻ നടന്നവരാണ് അല്ലേ? ഫാത്തിമയോ? ഫാത്തിമ ഹബീബ റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണം. ഫിസ്ക്, ശിർക്കോട്ടെ, ഫിസ്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇല്ലാത്ത മാതിയാണ് ആര്? ഫാത്തിമ റസൂലുള്ളാഹിന്റെ കരള. അവരെ ശരിയാണ്. എന്ത്? ഖബർ ഷരീഫിൽ പോയിട്ട് എന്ത് ചെയ്യുക? കബള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒബാലിഗി ശക്തി കൂട്ടിക്കോ. കഴിയുമെങ്കിൽ അന്ന് കഴിയും. അന്ന് അതിൻ്റെ പരിസരത്ത് മനസ്സിലായില്ല. ഇതൊക്കെ 900ങ്ങളാണ്. അപ്പോൾ ഏകദേശം നമ്മളെ ഒരു എങ്ങനെയാണെങ്കിലും നമ്മുടെ ഒരു നൂറ്റാണ്ടിനടുത്ത് മുമ്പാണ് ഈ സംഭവമൊക്കെ. അന്ന് അതൊക്കെ നടക്കും. അന്ന് അതിൻ്റെ പരിസരത്തൊക്കെ എന്തുണ്ട്? മണ്ണും മണ്ണിൽ കിടലൂറുള്ളതൊക്കെ നടക്കും. ഇന്നൊന്നും നടക്കൂല. ഇന്ന് ഒന്ന് വഹാബിയത്ത് അതിനെ കൈയടക്കി. മനസ്സിലായോ പറഞ്ഞത്? ഇന്ന് പിന്നെ അങ്ങനെ നടക്കൂല. ഒന്ന് എന്നാലും ഇന്ന് നിനക്ക് ചെയ്യാവുന്നത് ചെയ്യാലോ. മണ്ണ് കിടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതെങ്കിലും പാലിക്കാലോ. ഇന്ന് ഖുബത്തുൽ ഖദറ നോക്കിയിട്ട് ആ ഖുബത്തുൽ ഖദറ എന്നെ കണക്കാക്കി കിട്ടുന്ന രൂപത്തിൽ ഫോട്ടോ എടുക്കുന്നവരാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ 99.4% ജനങ്ങളും. ഈ മാൻ്റെ ഒരു കണികൾക്കുണ്ടാവില്ല. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ ഈ പറഞ്ഞ ഒന്ന് നടക്കണ കാര്യം ഒന്ന് നോക്കണേ. മനസ്സിലായില്ല? മനസ്സിലായി പറഞ്ഞു. തഖറുബൻ ബഹുമാനിച്ച് നടക്കണം. അതേസമയത്ത് ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഇന്തോനേഷ്യക്കാർ, ചില പാകിസ്ഥാനികൾ, അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വളയും, അങ്ങനെ വളഞ്ഞിട്ട് നടക്കും. തലപൊന്തിക്കൂല. കാരണം ആ ഖുബത്തുൽ ഖദറാന്റെ മുന്നിലൂടെ പോകുമ്പോൾ തലപൊന്തിക്കൂല.
കാരണം ആരാണ് അവിടെ കിടക്കുന്നത്? മുഹമ്മദ് മുസ്തഫ നബി അല്ലാഹുവിൻ്റെ ഹബീബിനെ. ദുനിയാവിലെ ഏറ്റവും വലിയ തിന്മ എന്താണെന്ന് എന്നോട് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയും അത് കഅബാലയത്തിൻ്റെ അടുത്ത് സെൽഫി എടുക്കലാണ്. 2 ഖുബ്ബത്തുൽ ഖദർ നോക്കിയിട്ട് സെൽഫി എടുക്കലാണ്. അതിനേക്കാളും വലിയൊരു തിന്മ കള്ളുകൂടിയാണെന്ന് പോലും എനിക്ക് തോന്നണില്ല. അത് നിസ്സാരപ്പെടുത്താണ്. ആര്? അള്ളാഹുവിൻ്റെ 2 അടയാളങ്ങളെ. ഒന്ന് മുത്തനബിയാണ്, ഒന്ന് മക്കയാണ്. അതിനെ നിസ്സാരപ്പെടുത്താണ്. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് ഇന്ന് സർവ്വസാധാരണയാണ്, സർവ്വസാധാരണ. എന്തിന് സ്വർണ്ണപ്പാത്തിയുടെ അടുത്ത് ഹിജ്ർ ഇസ്മായിൽ ഹത്തീമിലേക്ക് കയറിയിട്ട് സ്വർണ്ണപ്പാത്തി കണക്കാക്കിയിട്ട് സെൽഫി എടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമല്ല. അല്ലേ? ഞാൻ പറഞ്ഞ തെറ്റാണോ? പറയും. അല്ലേ? സത്യമല്ലേ? എന്ത് മനുഷ്യന്മാരാണ്. അപ്പം ആദ്യം നമ്മളെ കൽബാണ് നന്നാകേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, വരി വായിച്ചിട്ട് കാര്യമില്ലടാ. അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയ വായിക്ക്, അപ്പോൾ നിനക്ക് മനസ്സിലാവും. വരി തേടി നടക്കുന്നവനെ തൃപ്തി കിട്ടൂല. വരിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയാലോ 1 സെക്കൻഡ് കൊണ്ട് തൃപ്തിയാവും. ദീന് വരിയിലല്ല, വരിൻ്റെ അടിയില. അവിടെയാണ് ദീന്. മറ്റു വരിയ ഖുർആനാണെങ്കിലും വരിക, പക്ഷെ ഖുർആൻ അടിയിലുണ്ട്. ആ അടിക്ക് തീർച്ചല്ല. വരിക്ക് തീർച്ചുണ്ട്, വരിക്ക് കൃത്യത ഉണ്ട്. 6000 ചില്ലാനാണ് വരി. അതായത് വരിൻ്റെ അപ്പുറം വരിൻ്റെ അപ്പുറത്ത് പാറ്റി ചെയ്യൂല. പറ്റുപോകും. അതാണ് ഇതിൻ്റെ അടിഭാഗം. അതിൻ്റെ മുകൾ ഭാഗത്ത് 6000 ചില്ലാൻ വരികയുള്ളൂ. അതിൻ്റെ അടിഭാഗത്തോ അറ്റില്ല, ഒറ്റ നിന്നില്ല. അവിടെ അധികം കിടക്കുന്നത്. അത് തപ്പിക്കൊണ്ടുവരും മശായിഖന്മാർ. അവരിൽ നിന്ന് വാങ്ങണം. നിനക്കൊറ്റക്ക് തപ്പാൻ കഴിയില്ല, തപ്പിയോരെ പിന്നാലെ കൂടണം. മറ്റേത് വിനോദയാത്രയാണ്. ഇന്ന് ഖുർആൻ പഠിക്കൽ കപ്പലിൽ യാത്രയല്ലാണ്, ഇത് വിനോദയാത്രയാണ്. കപ്പലിൽ പോയാൽ ഇനി വിനോദയാത്ര എന്നറിയാം. കടലിൽ ഇറങ്ങി മുങ്ങിയാൽ മാത്രമേ മുത്ത് കിട്ടുള്ളൂ, മറ്റേത് വിനോദയാത്രയാണ്. മുത്തോ മുത്തെല്ലാവർക്കും കിട്ടൂല. 10 ലക്ഷത്തിൽ 10 ലക്ഷത്തിൽ 100 ലക്ഷത്തിൽ ഒരാളെ മുത്ത് മുങ്ങുള്ളൂ. ഓൻ മുത്ത് മുങ്ങിയെടുക്കും. മുത്തുണ്ട്, അത് മുങ്ങിയ കിട്ടും. നിനക്ക് മുങ്ങാൻ കഴിയൂല, പക്ഷെ എന്നെ മുങ്ങിയോലെ പിന്നാലെ കൂടണം. മറ്റേത് കപ്പൽ യാത്ര, വിനോദയാത്ര. ശരിയാത്തുൻ കസഫീനത്തിൽ, സഫീനത്തിൽ പോകുക ഒരു വിനോദയാത്ര. ആറന്മുള എന്താ പറയുക, അഷ്ടമുടിക്കായലിലൊക്കെ പോണി കണ്ടിട്ടില്ല ഞങ്ങൾ ബോട്ടിൽ. അതേമാതിരി പോകലാണ് ഇന്നത്തെ നമ്മളെ ഖുർആൻ പഠനം. അതൊക്കെ അഷ്ടമുടിക്കായലിൽ ഉള്ള യാത്രയാണ്. എന്താ പറയുക, അഷ്ടമുടിക്കായൽ എന്നല്ലേ പറയാം. പറയും വേറെ എന്തൊക്കെയോ കുറേ വേമനാട് കായൽ, ഏതായാലും കായലിനെ പറ്റി അറിയാലോ. വേമനാട് കായൽ, അഷ്ടമുടിക്കായൽ, അതിലൊക്കെ ബോട്ടിൽ പോണ പോക്കാണ് ഇന്നത്തെ ഖുർആൻ പഠനം. ഇന്നത്തെ എല്ലാ ഖുർആൻ പഠനം, അത് സുന്നിൻ്റെ പഠനവും വഹാബിൻ്റെ പഠനവും ഒരു വ്യത്യാസമല്ല. വഹാബിൻ്റെ ബുക്ക് നോക്കിയിട്ടാണ് സുന്നി പഠിക്കുക. അപ്പം അത് വേമ്പനാട്ട് കായലിലുള്ള അഷ്ടമുടി കായലിലുള്ള കപ്പൽ യാത്രയാണ്. അതിന് വിനോദയാത്ര എന്ന് പറയാം. കടലിൻ്റെ അടിയിൽ പോയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, മുത്തിട്ടുള്ളൂ. അപ്പം മുത്ത് എവിടെ കിടക്കുന്നത്? മുത്ത് വരിയിലല്ല. കൊല്ലൗക്കാനൽ ബാഹു മിതാദൻ ലിക്കലിമാത്തി റബ്ബി, അതിനടിയിലാണ് കിടക്കുന്നത്. അതെല്ലാവരും മുങ്ങെടുക്കൂല. ഇബ്രാഹിം നിയാസയിൽപ്പെട്ട ഒരാളാണ്, മുങ്ങി. അപ്പം നമ്മൾ പിന്നാലെ കൂടെ. മനസ്സിലാവണ്ട പറഞ്ഞത്? അള്ളാഹു തആല നമുക്ക് മുങ്ങിയോരെ പിന്നാലെ കൂടുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. മുങ്ങാൻ കഴിയൂല, നമുക്ക് പുറത്തേക്ക് മുങ്ങാൻ കഴിയും. നമ്മളൊക്കെ ചണ്ടികളല്ലേ, നമുക്ക് എന്താ കഴിയൂല. എനിക്ക് കഴിയൂല, എനിക്ക് മുങ്ങാൻ കഴിയൂല, എനിക്ക് കഴിയൂല, ശ്വാസം മുട്ടും, എനിക്ക് കഴിയൂല. പക്ഷെ മുങ്ങിയോലെ അറിയും, അവരെ പിന്നാലെ കൂടെ. അപ്പം നോക്കണേ, ഇന്നത്തെ കാലം, ഇന്നത്തെ അവസ്ഥ, ഇന്നിപ്പോൾ സുന്നി എന്ന് പറയുന്ന നമ്മളെ അവസ്ഥ അങ്ങനെ തന്നെ. നമ്മളെന്തിനാ മദീനത്തോണ് ഫോട്ടോ എടുക്കാൻ, എന്തിനാ മക്കത്തോണ് ഫോട്ടോ എടുക്കാൻ? ചിന്തിക്ക്. ഹറം ഷരീഫിലേക്ക് മൊബൈൽ കൊണ്ടുപോയാൽ തന്നെ കുരുത്തകൾ പറ്റും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഹറം ഷരീഫിലേക്ക് മൊബൈലും കൊണ്ടുപോയാൽ തന്നെ കുരുത്തകൾ പറ്റും. അതൊന്നും മോമിന് ആവശ്യമില്ല. മോമിൻ അവിടെ എല്ലാം മറന്നു. ആരും അവൻ്റെ കൽബിലുള്ളൂ അല്ലാഹു റസൂലും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരണം. അപ്പോൾ കൂടി നോക്കി. നീ ഇറങ്ങണം അനിൽ അക്വാരി, ഒട്ടകങ്ങളെ തൊട്ട്, വംശി എന്നിട്ട് നീ നടക്കണം. തകറുമൻ, ബഹുമാനത്താൽ നടന്നു തന്നെ പോകണം. പിന്നെ നീ മണ്ണ് പുരട്ടണം, ചെളി പുരട്ടണം. ഹുദൈദം, നിന്റെ കുഞ്ഞു കവിളിന്.
ആ പരിസരങ്ങളിലുള്ള ആ ഖബർ ഷരീഫിന്റെ പരിസരങ്ങളിലുള്ള മണ്ണ് കൊണ്ട് നീ കുഞ്ഞു കബളിൽ പുരട്ടണം. അതായത് അവിടെ നീ വീണൂരണം. വീണൂരില്ല, മര്യാദന് ചളി പുരട്ടുക, വീണൂരുക എന്നൊക്കെ അർത്ഥമുണ്ട്. മര്യാദ നീ വീണുരുളുക, അങ്ങനെ അർത്ഥം വെക്കാം. ഹുദൈദൻ നീ മണ്ണ് പുരട്ടുക, മണ്ണ് എവിടെ ഹുദൈദൻ നിന്റെ കുഞ്ഞു കബളിൽ വീണ് ഉരുണ്ട് മണ്ണാക്ക്. ആ പരിസരങ്ങളിലുള്ള അതിന് നീ ശക്തി കൂട്ടും ചെയ്യ്. അത് കുറച്ചൊന്നും മണ്ണ് പോരാ, മണ്ണാണ് കയറിക്കോട്ടെ. എൻ്റെ തലിക്കെട്ടിലും തൊപ്പിയിലും കവിളിലും താടിയിലും ഒക്കെ എന്താക്കുക, മണ്ണാക്കുക. അവിടെ ചെരുപ്പിട്ട് ചവിട്ടണ്ടല്ല, അവിടെ എൻ്റെ കവിള വെക്കണ്ടത്. മനസ്സിലായില്ലേ? അവിടെ ചെരുപ്പിട്ട് ചവിട്ടാൻ മാത്രമൊന്നും ഇല്ല. ആ സ്ഥലത്ത് ആ പരിസരത്ത് ചെരുപ്പിട്ട് ചവിട്ടാൻ മാത്രം ഇല്ല. അവിടെ കാല് വെക്കാൻ മാത്രം ഇല്ലടാ. എൻ്റെ കവിള് വെച്ചാൽ അവിടെ നീന്തിക്കളയേ. ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് വഹാബിയത്തിൽ നിന്ന് അല്ലാഹു തആല മക്കയും മദീനയെ രക്ഷപ്പെടുത്തും. അന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊക്കെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അന്നൊരാളും പറയില്ല ഇൻഷാ അല്ലാഹ് വഹാബിയത്ത് തകരും, 100% തകരും. ഇനി പിടിച്ചെടുക്കാൻ എനിക്ക് കഴിയില്ല. 100% വഹാബിയത്ത് തകരാൻ പോവാണ്. ഇനി പിടിച്ചെടുക്കാൻ ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. കാരണം മുസ്ലിം സമുദായം അതുകൊണ്ട് സംഭവിച്ച നഷ്ടത്തെക്കുറിച്ച് ഇന്ന് ബോധവാന്മാരാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ സമയമായി കഴിഞ്ഞു. ഞാനൊന്നും അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നീ സന്ദർശിക്കുക, നീ കേറുക എന്നർത്ഥം. ഇവിടെ സന്ദർശിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അരീസ് കിണറിന്റെ മേലും റൂമത്തിൻ റൂമ കിണറിന്റെ മേലും, അതായത് റൂമ അരീസ് റൂമ കിണറുകൾ നീ സന്ദർശിക്കുക. അരീസ് എന്നൊരു കിണറുണ്ടായിരുന്നു, ഉണ്ട്. പുണ്യ റസൂലുള്ളാഹിന്റെ മോതിരം അതിൽ വീണ് പോയിട്ടുണ്ട്. ആ വീണ് പിന്നെ കിട്ടിയിട്ടില്ല. സ്വാമികൾ അരിച്ചു പൊക്കി ആ മോതിരം കിട്ടിയില്ല. അതിന് തെളിവാണ് എൻ്റെ ഉമ്മത്തിന് അതിനുശേഷം ഭിന്നത വരുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോതിരം അരീസിൽ എൻ്റെ മോതിരം നഷ്ടപ്പെടും, അതിനുശേഷം മുസ്ലിമീങ്ങൾക്ക് ഭിന്നത വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ കാലത്താണ്. അതിനുശേഷമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാനെ വീട് വളഞ്ഞത്. ഒക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. മണി 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 എൻ്റെ മോതിരം അരീസ് കിണറിൽ വീണ് പോകും, അതിനുശേഷം മുസ്ലിമീങ്ങൾ ഭിന്നത വരും എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. വരും ചെയ്തു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ കാലത്താണ് ബിർ അരീസിൽ ഖാതമുൻ നബിയിൽ മുസ്തഫ ഹബീബ റസൂലുള്ളാഹിയുടെ മോതിരം വീണ് പോയത്. അതിനുശേഷം മുസ്ലിങ്ങൾക്ക് ഭിന്നത വന്നു. എത്രത്തോളം ആ ഭിന്നത വളർന്ന് എവിടെ എത്തി? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് വളഞ്ഞു കൊന്നു. പിന്നെ ഇന്ന് വരെ ഭിന്നത ഉണ്ടാതിരുന്നിട്ടില്ല. അന്ന് തുടങ്ങിയ ഭിന്നതയാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്. സദിഖ് റളിയല്ലാഹു അൻഹു കാലത്ത് കുറഞ്ഞ ശകലങ്ങൾ സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞത് അതൊക്കെ അമർ ചെയ്തിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബിൻ്റെ കാലത്തും അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഉമ്മത്തൊറ്റക്കെട്ട. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് എന്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ മോതിരം, ആ മോതിരത്തിലാണ് റസൂലുള്ളാഹിന്റെ സീലും. ആ സീലുള്ള മോതിരം അരീസ് കിണറിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ വീണുപോയി, താഴ്ത്തു വീണുപോയി. അതിന് മേൽ പ്രശ്നമുണ്ടായി. ആ കിണർ വെറ്റിച്ചു, എന്നിട്ട് കിട്ടിയില്ല. ആ ഭിന്നത ഇങ്ങോട്ട് അവസാനിച്ചിട്ടില്ല, ഇങ്ങോട്ട് അവസാനിക്കില്ല. അങ്ങനെ ഇനി അതിൻ്റെ തൗഹീദ് കൊണ്ടുവരണമെങ്കിൽ അത് ഇമാം മഹ്ദിക്ക് കഴിയും റളിയല്ലാഹു അൻഹു. തൗഹീദുൽ ഉമ്മത്തിനെ ഏകമാക്കുക എന്ന പരിപാടി ഇനി ബഹുമാനപ്പെട്ട മഹ്ദിക്ക് കഴിയും. പക്ഷേ അപ്പോഴത്തിന് അതിൻ്റെ ഇടക്ക് ഭിന്നത ഉണ്ടാകും. മഹ്ദി വരുമ്പോൾ ഭിന്നത ഉണ്ടാവും. പിന്നെ മഹ്ദിയിൽ എല്ലാവരും കൊണ്ട് യോജിക്കും. മഹ്ദി അങ്ങനത്തെ മഹ്ദിയെ ജയിക്കാൻ ഒരാൾക്ക് കഴിയില്ല, അതുകൊണ്ട് യോജിക്കും. അതേപോലെയാണ് ഹബീബായ റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, റോമ വെള്ളമില്ലാത്തൊരു കാലമായിരുന്നു അന്ന്. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, റോമ കിണർ ഒരാൾ വിലക്ക് വാങ്ങിയാൽ ഫലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗമുണ്ടായിരിക്കും. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ 20,000 ദിർഹം, 20,000 വെള്ളി നാണയം കൊടുത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആ കിണർ വാങ്ങി. മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് വഖഫാക്കി. ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഇപ്പോഴും അതാണ് റോമ, ബിർ അരീസും ബിർ റൂമി. അവിടെ സന്ദർശിക്കണം മദീനയിൽ പോകുന്നവർ. അതിലൊക്കെ റസൂലുള്ളാഹിന്റെ ആധാർ കിടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അല്ലാഹ് അതൊക്കെ പോയി കാണാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ.
എപ്പോൾ നീ ശിഫ ഉള്ളവനാകും. എന്തിന് ഖലീലൻ നഫ്സി, നിന്റെ നഫ്സിന്റെ തിളക്കലിന്, നിന്റെ നഫ്സിന്റെ ചൂടിന് അപ്പോൾ ശമനമാകും. എല്ലാ മഹത്വത്താലുമുള്ള എല്ലാ മഹത്വത്താലും എല്ലാ ത്വയ്യിബിനാലും, സാബിഗ് ത്വയ്യിബ് എന്നർത്ഥം. എല്ലാ നല്ലതിൻ്റെ സുഗന്ധം, എല്ലാ നല്ലതൊക്കെ സന്ദർശിക്കുമ്പോൾ സുഗന്ധം മനസ്സിലേക്ക് വീശിയടിക്കും. അപ്പോൾ നിന്റെ നഫ്സിൻ്റെ ആ തിളക്കൽ അവിടെ അവസാനിക്കും. എൻ്റെ നഫ്സെന്ന് ശാന്തമാവും. അപ്പോൾ നീ ശാന്തമാവും. ഒലീലൻ നഫ്സി, നഫ്സിൻ്റെ ഒലീലിന് ശാന്തത ലഭിക്കും നിനക്ക്. രണ്ട് കിണറുകളാണ്. ബിറൈനി എന്നതിൽ അത് മുളാഫായപ്പോൾ നൂന് പോയതാണ്. ബിറൈ അരീസിൻ വറൂമത്തി. فتشفي وليل النفس من كل سائغ എല്ലാം മഹത്വപ്പെടുത്തുന്നതിനാലും സായിഗ് എല്ലാ ഔന്നത്യത്താലും എല്ലാ സൗഗന്ധികത്താലും എന്നൊക്കെ അർത്ഥം. എല്ലാ ത്വയ്യിബിനാലും എല്ലാ സൗഗന്ധികത്താലും എല്ലാ സുഗന്ധപൂരിതമായതിനാലും നിന്റെ ഹൃദയത്തിൻ്റെ ആ തിളക്കൽ അവിടെ അവസാനിച്ച് നിനക്ക് ശമനം കിട്ടും. صخرة ملساء في جنب حمزتي فتكسى إذا ما جئتها كل سابغ. നീ വാസനിക്കണം, നീ സന്ദർശിക്കണം, നീ പോകണം, നീ എത്തിച്ചേരണം. അങ്ങനെക്കർത്ഥം. സഖറത്തൻ, ആ പാറയെ, മൽസാ തൊട്ട് മിനുമിനുസമായ ഫി ജംബി ഹംസത്തിൻ, ഹംസ റളിയല്ലാഹുവിന്റെ ഖബറിന്റെ പരിസരത്തുള്ള മനുഷ്യന്മാർ പിടിച്ച് അതിപ്പോൾ മിനുസായിട്ടുണ്ട്. ആ പാറമയൊന്ന്, ആ പാറ വാസനിക്കുക, അല്ലെങ്കിൽ ആ പാറ ഒന്ന് നീ നോക്കുക, ആ പാറ നീ ഒന്ന് കാണുക എന്നൊക്കെ അർത്ഥം. അവിടെയൊക്കെ സന്ദർശിക്കുക എന്നുള്ളതാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നീ അവിടെ ഒന്ന് മുത്തിക്കള വാസനിക്കാരണം. അവിടെ എൻ്റെ മൂക്കും ചുണ്ടും അവിടെ നിന്ന് കൊണ്ടേ വെച്ചാളാ. കാരണം അവിടെ ആരുണ്ട്? അത് ഹംസ റളിയല്ലാഹുവിൻ്റെ പരിസരത്താണ്. ഹംസ റളിയല്ലാഹു ആരാ? സയ്യിദുൽ ശുഹദാഇ ഫൗഖൽ അർള്, ഭൂമിക്ക് മുകളിൽ അള്ളാഹുവിന് വേണ്ടി വീണ ഏറ്റവും വലിയ മഹാൻ എൻ്റെ ഹംസയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയൊക്കെ വർക്കത്തുണ്ടാവും. ഞാൻ കഴിഞ്ഞ റമദാൻ ക്ലാസ്സിൽ നിങ്ങളോട് ആയത്തോതി പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരെ മഖബറയിൽ ബർക്കത്തുണ്ടാകുമെന്ന് ഏതോ ഇമാമിൻ്റെ വാക്കല്ല, ആയത്തോതി പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? രണ്ടാമത്തെ പറഞ്ഞു തരില്ല, രണ്ടാമത്തെ പറയില്ല. ആയത്ത് തെളിവ് പറഞ്ഞിട്ടുണ്ട്. അതൊരു ആൺകുട്ടിക്ക് പോലും ഒത്ത് വിളിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തിന് മറുപടി പറയാൻ ഉമ്മ പ്രസവിച്ച ഒരു കുട്ടി കഴിയില്ല. അന്ന് എൻ്റെ പേര് ഞാൻ മാറ്റും. ആ ഇമാമ് പറഞ്ഞു, മറ്റേ മോമൂമ് പറഞ്ഞു, ഒന്നുമല്ല. ആയത്ത് മഹാന്മാരുടെ മഹാനാണോ അവരെ മഖബറയിൽ ബർക്കത്തെടുത്താൽ ദുആക്ക് ഉത്തരം കിട്ടും എന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കൃത്യം ആയത്തോതി പറഞ്ഞിട്ടുണ്ട്. അവിടെ പരിശോധിച്ചാൽ അല്ലാഹു തആല നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. പിന്നെ ഹംസ പരിസരത്തുള്ള ആ മിനുസമുള്ള പാറക്കല്ലിനെ നീ ഒന്ന് ചുംബിക്കുക. അപ്പോൾ നിനക്ക് ധരിപ്പിക്കപ്പെടും. ആ പാറക്കല്ലിനടുത്ത് നീ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കുല്ല സാബിഗി, എല്ലാ പൂർണ്ണതയെയും, സബിഗ് താമ്, എല്ലാ പൂർണ്ണതയെയും മിനൽ മൗല അസ്സ വജല്ല, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് ഉടുപ്പിക്കപ്പെടും, നിനക്ക് ധരിപ്പിക്കപ്പെടും. അപ്പോൾ നിന്നെ ധരിപ്പിക്കപ്പെടും. നീ ആ പാറക്കല്ലിൽ ചെന്ന് മുത്തിക്കളാം, അവിടെ നിന്ന് ചുംബിച്ചാളാ, എന്നിട്ട് ബർക്കത്തെടുത്താളാ, അപ്പോൾ നിനക്ക് ധരിപ്പിക്കപ്പെടും. ഇതാമാ ജീത്ത, ആ പാറക്കല്ലിനടുത്ത് നീ ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജീത്ത എന്ത് ആ സഖറത്തൻ മൽസാ ഫീ ജംബി ഹംസത്തിൻ, ഹംസ റളിയല്ലാഹുവിന്റെ പരിസരത്തുള്ള ആ പാറക്കല്ലിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിന്നെ ധരിപ്പിക്കപ്പെടും. കുല്ല സാബിഗിൻ, എല്ലാ പൂർണ്ണതയെയും. നീ പൂർണ്ണനാവണം. നിനക്കാവുന്നതിന്റെ പൂർണ്ണത നിനക്കെത്തും, നിനക്ക് ബർക്കത്ത് കിട്ടും. മഹാന്മാരുടെ ആരാണ് ആ കിടക്കുന്ന ആള്? അഫ്ളലു ശുഹദാഇ ഫൗഖൽ അർള്, ഈ ഭൂമിക്ക് മുകളിൽ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത് വീണ ഏറ്റവും മഹാൻ എൻ്റെ ഹംസയാണെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ
തറാ നീ കാണുക ഹറമൽ ഹാദി, ഹാദിയായ മുസ്തഫ നബിയുടെ ഹറമിനെ, അല്ലമീനി അമീനായ, വനൂറുഹു അവിടുത്തെ നൂറോ, ആ നൂറ് യുരീക്ക നിനക്ക് കാണിച്ചു തരും, റിയാദൽ ഖുൽദി ശാശ്വതമായി വസിക്കുന്ന പൂന്തോപ്പുകളെ. അവിടൊക്കെ നിനക്കെത്താൻ കഴിയും. എല്ലാം ചെയ്ത് വിരമിച്ച് പൂർത്തിയായി വിരമിച്ചവൻ്റെ കണ്ണിലൂടെ നിനക്ക് കാണാൻ കഴിയും. അവിടെ നിനക്കത് നോക്കിയാൽ നിനക്ക് എല്ലാം ചെയ്ത് വിരമിച്ചവൻ്റെ പൂർണ്ണതയുടെ കണ്ണിലൂടെ, എല്ലാം ചെയ്ത് വിരമിച്ചവൻ്റെ കണ്ണിലൂടെ നിനക്ക് ജന്നത്തുൽ ഖുൽദ് അള്ളാഹു അവിടെ കാണിച്ചു തരും. കാണേണ്ടതുപോലെ മദീനത്തെ ഹറം പോയി കണ്ടാൽ എല്ലാം നിനക്ക് കുറച്ച് കാണിച്ചു തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹാദിയുടെ ഹറമിനെ നീ കാണുക പോയിട്ട്. അല്ലമീനായ ഹാദിയാണ്. നൂറുഹു അവിടുത്തെ നൂറോ യുരീക്ക നൂറ് നിനക്ക് കാണിച്ചു തരും, റിയാദൽ ഖുൽദി ശാശ്വതമായ പൂന്തോപ്പുകളെ, എല്ലാ കർമ്മവും ചെയ്ത് പൂർത്തിയാവാൻ അവൻ്റെ കണ്ണിലൂടെ. ഇത് അവിടെ നിന്ന് ചെരിഞ്ഞ് കടന്നാൽ മതി, നിനക്ക് സ്വർഗം സ്വപ്നം കാണാൻ കഴിയും. അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരട്ടെ. മർഖദൽ മാഹിൽ ലലാല വഹൗലഹു വസിറാഹു മിൻ തഹദിദ്ദു വൽസവാബിഗി. തറാ നീ കാണുക മർഖദൽ മാഹി, മാഹിയായ പുണ്യ റസൂലിൻ്റെ ഖബറിനെ. അല്ലലാല അൽ മാഹി, മായിച്ചു കളഞ്ഞവൻ. അല്ലലാല വലാലിയത്തിനെ, വഴികേടിനെ മായിച്ചു കളഞ്ഞവനായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മർഖദ്, ഇവിടുത്തെ ഖബർ ഷരീഫിനെ നീ കാണുക. വഹൗലഹു അതിൻ്റെ പരിസരവും നീ വീക്ഷിക്കുക, പരിസരത്തും നീ കാണാം. ആ മർഖദിനെയും നീ നോക്കുക. വസീറാഹു, ആ വസീറിനെ, രണ്ട് വസീർ, ആ രണ്ട് വസീർ അവിടെ കിടക്കുന്നുണ്ട്. ആ വസീറാനെയും നീ കാണുക. ആ രണ്ട് വസീറോ, ആ രണ്ട് മിൻ തഹത്തി ദുറൂഇ, ആ ഇരുമ്പ് വളയങ്ങളുടെ താഴ്ഭാഗത്തൂടെ, അസ്സവാബിഗി വിശാലമായ വളയങ്ങൾ, ഇരുമ്പ് വളയത്തിൻ്റെ ഉള്ളിലൂടെ നീ നോക്കിയാൽ രണ്ടെണ്ണം കാണാം. ഒന്ന് മർഖദു നബിയിൽ മുസ്തഫ, ഒന്ന് മറാഖിദു അബീബക്കറിൻ ഉമർ റളിയല്ലാഹു അൻഹു. ഒരു കാലത്ത് അതൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. ഇപ്പം അത് ഒന്നും കൂടി സവാബിഗല്ല, ഇപ്പോൾ എന്താണ് ലയ്യിഖ. അതുകൊണ്ട് ഉള്ളിലേക്ക് നമുക്ക് അങ്ങോട്ട് ദൃഷ്ടി അങ്ങോട്ട് കയറൂല. ഒരു കാലത്ത് അതൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. അല്ലാഹ്, ഇബ്രാഹിം നിയാസൊക്കെ പോയ കാലത്ത് ഒക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. പിന്നെ തറാ നിനക്ക് കാണാൻ കഴിയും. അതിലൂടെ നോക്കിയാൽ മർഖദൽ മാഹി, മായിച്ചു കളഞ്ഞ ആളുടെ ഖബർ ഷരീഫിനെ. മർഖദ് ഖബർ, അൽ മാഹി മായിച്ചു കളഞ്ഞവൻ. എന്തിനെ മായിച്ചു? അല്ലലാല വഴികേടിനെ മായിച്ചു കളഞ്ഞ ആളുടെ ഖബർ അവിടെ നിനക്ക് കാണാൻ കഴിയും. അതാരാ? റസൂലുള്ളാഹ്. വഹലു, അതിൻ്റെ പരിസരത്തെ നിനക്ക് കാണാൻ കഴിയും. വസീറാവും, അവിടുത്തെ രണ്ട് വസീറന്മാർ, ആ വസീറന്മാർ സിനാ സിദ്ദീഖ്, സിനാ ഫറൂഖ്, ആ വസീറന്മാരുടെ മർഖദിനെ നിനക്ക് മറാഖിദ വസീറൈഹി എന്നുള്ളിടത്താണ് വസീറഹൂൻ പറഞ്ഞത്. ആ മറാഖിദിനെ കാണാൻ കഴിയും. മിൻ തഹത്തി ദുറൂഇ, ആ ഇരുമ്പ് വളയങ്ങൾക്ക് താഴ്ഭാഗത്തൂടെ കാണാൻ കഴിയും. അസ്സവാബിഗി വിശാലമായ ആ വളയങ്ങൾ, ഇതിലൂടെ അങ്ങനെ നോക്കിയാൽ ഹബീബും സിദ്ദീഖും ഫാറൂഖും ഒക്കെ അവിടെ കിടക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് അല്ലാഹു തആല ഒക്കെ കാണിച്ചു തരട്ടെ. عليه صلاة الله ثم سلامه بها أحتمي من كل باغ ومالغ. وانا صلاة سلام ഹബീബിന്റെ മേൽ ഉണ്ടാകട്ടെ. ബിഹാ, ആ സലാത്ത് കൊണ്ട് അഹ്തമി, ഞാൻ സ്വയം സംരക്ഷിതനാകും. മീൻ കുല്ലി ബാഗിൻ, എല്ലാ അക്രമികളിൽ നിന്നും. മാലിയഗൈ, എല്ലാ ഗൈബത്ത് പ്രചരിപ്പിക്കുന്നവനിൽ നിന്നും. മാലിയഗ ഗൈബത്ത് പ്രചരിപ്പിക്കുന്നവൻ, വാക്കുകൊണ്ട് ഉപദ്രവിക്കുന്നവൻ, ശരീരം കൊണ്ട് ഉപദ്രവിക്കുന്നവനെയാണ് ബാഗ് എന്ന് പറഞ്ഞത്. പിന്നെ അല്ലെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ മാലിയഗ് എന്ന് പറഞ്ഞാലോ നാവ് കൊണ്ട് നമ്മളെ ദ്രോഹിക്കുന്നവൻ, അതാണ് മാലിയഗ്. അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു ബിഹാ അഹ്തമി, ഞാൻ സംരക്ഷിതനാകും. ബിഹാ, ആ സ്വലാത്ത് കൊണ്ട് അഹ്തമി, ഞാൻ സംരക്ഷിതനാകും. മിൻ കുല്ലി ബാഗിൻ, എല്ലാ അക്രമികളിൽ നിന്നും. വമാലിഗി, എല്ലാ ഗൈബത്ത് പ്രചരിപ്പിക്കുന്നവരിൽ നിന്നും. കാലത്തുണ്ടായിരുന്നു ഹക്കിനെ പറയുന്ന ആളുകൾക്കെതിരെ ഗൈബത്ത് പ്രചരിപ്പിക്കും. റസൂലുള്ളാഹിനെ വല്ലാതെ മദ്ഹ് ചെയ്യുന്ന ആളാണ്, ഇത് കുറച്ച് കൂടിയ മദ്ഹാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാ മറിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ വിമർശിക്കുന്നവരുണ്ടാകും അക്കാലത്ത്. ഇത് കുറച്ച് അതിര് വിട്ട മദ്ഹാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ശിർക്കാണ്, മറ്റേതാണ് കുർക്കാണ്, അങ്ങനെ പറഞ്ഞവർ അക്കാലത്തുണ്ട്. അപ്പം അത്തരം ആളുകളിൽ നിന്ന് ഈ സ്വലാത്ത് എന്നെ സംരക്ഷിക്കും. പിന്നെ ആലിനും ആ സ്വലാത്ത് ഉണ്ടാവുന്ന നിലയിൽ വല്ല സഹാബി അസഹാബിനും മാക്കാല ഷയ്യഖുൻ, പ്രേമികൾ പറയുന്ന കാലം അത്രയും. പ്രേമി ഷയ്യഖ്, ഷൗഖ് അധികരിച്ചവൻ ഷയ്യഖ്,
പ്രേമി പറയുന്ന കാലം അത്രയോളം. എന്ത് പ്രേമി പറയുന്ന ഖലീലയ്യ എന്താ ഖഹ്വത്തി റാബിഗി എന്ന ആദ്യത്തെ വരി ഒന്ന് മടക്കിക്കൊണ്ടതാണ്. എൻ്റെ കൂട്ടുകാരാ, ഒന്നിറങ്ങി വിശ്രമിക്ക് എന്താ ഖഹ്വത്തി റാബിഗി, റാഗുവിലെ കപ്പിക്കടയുടെ അടുത്ത് ഒന്നിറങ്ങി വിശ്രമിക്ക് എന്ന് പ്രേമിക്കുന്ന ആളുകൾ പറയുന്ന കാലം അത്രയും അങ്ങനത്തെ ആൾ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ലോകാവസാനം വരെ പ്രേമികൾ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. ആ കാലം അത്രയും അള്ളാഹുവിൻ്റെ ഹബീബിനും ആല സഹാബിനും അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ എന്നർത്ഥം. എന്ന് തുടക്കം മുതൽ ഒരു വട്ടം കൊണ്ട് നോക്കിക്കാണി. മാഷാ അല്ലാഹ്, വല്ലാത്ത വരികളാണ്. ഖലീലി അരിസ് ഇൻദ ഖഹ്വത്തി റാബിഗി തബീതു തുറാഇ النجم من كل بازغ سر يومه فإنت بالله قبة دوين السماء تزري بنور البوازغ تصلي على خير الأنام محمد فيلقى عليك الحق من كل دامغ لتنزل عن الأكوار وامشي تكرما ومرغ خديدا في الربوع وبالغ مرغني മണ്ണ് പുരട്ടുക ഹുദൈദൻ നിന്റെ കൊച്ചു കവിളിന് ഫിർറുബൂഇ അതിൻ്റെ പരിസരത്തുള്ള വബാലിഗിനെ ശക്തി കൂട്ടുക, മണ്ണ് പുരട്ടുന്നതിൽ ശക്തി കൂട്ടുകയും ചെയ്യുക. വഹരിജ് അലാ ബിഇറൈ അരിജ് കയറുക എന്നർത്ഥം, ഇവിടെ സന്ദർശിക്കുന്ന ഉദ്ദേശാർത്ഥം. വഹരിജ് അലാ ബിഇറൈ അരീസിൻ വറുമതി ഫതശ്ഫി ഖലീലൻ നഫ്സി മിൻ കുല്ലി സായിഗി വശിം സഖറതൻ മൽസാ, നീ ചുണ്ട് മൂക്ക് കൊണ്ടേ വെച്ചാണ് സഖറത്തൻ ആ പാറക്കല്ലിൽ മൽസാ അതിമിനുസമായ ഫിജംബി ഹംസത്തിൻ ഹംസ റളിയല്ലാഹുവിന്റെ പരിസരത്തുള്ള ഫതുക്സ, അപ്പോൾ നിന്നെ ഉടുപ്പിക്കപ്പെടും. ഇദാ മാജിത ആരാൽ മിനൽ മൗല അസ്സ വജല്ല, അല്ലാഹു തആല നിന്നെ ഉടുപ്പിക്കും. ഇദാ മാജിത ആ പാറക്കല്ലിനടുത്ത് നീ ഒന്ന് ചെന്നാൽ മതി. കുല്ല സാബിഗിൻ എല്ലാ പൂർണ്ണതയെയും ഉടുപ്പിക്കപ്പെടും, പൂർണ്ണതയെയും ഉടുപ്പിക്കപ്പെടും. പിന്നെ തറാഹമൽ ഹാദിൽ അമീനി വനൂറുഹു എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തിയാവിൻ്റെ കണ്ണിറാൻ രണ്ടാമത്തെ ഒരർത്ഥം എന്താ അറിയോ? എല്ലാം കഴിഞ്ഞ് നീ മദീന പള്ളി ഒന്ന് വിശ്രമിച്ചാളാ, അപ്പം എനിക്ക് സ്വർഗം വരെ സ്വപ്നം കാണാൻ കഴിയും. സ്വർഗം കാണിച്ചു തരട്ടെ. ഹറമൽ ഹാദി, ഹാദിയായ മുത്തനബിൻ്റെ ഹറമെന്ന് നീ ഒന്ന് പോയി കാണ്, അല്ല അമീനായ മുത്തനബിയുടെ. പിന്നെ വനൂറുഹു, അവിടുത്തെ പ്രകാശമുണ്ടല്ലോ, യുരീക്ക് ആ പ്രകാശം നിനക്ക് കാണിച്ചു തരും. എന്തിനെ കാണിച്ചു തരും? റിയാദുൽ ഖുൽദിനെ, എന്നെന്നുമുള്ള ശാശ്വതത്തിൻ്റെ ആ പൂന്തോപ്പുകളെ നിനക്ക് കാണിച്ചു തരും. ഫി ഐനി ഫാരിഗിൻ, എല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുന്നവൻ്റെ കണ്ണിലൂടെ. പിന്നെ തറാ മർഖദൽ മാഹിൽ അലാ വഹൗലഹു വസീറാഹു മിൻ തഹ്തി ദുറൂഇ സവാബിഗി തറാ മർഖദൽ മാഹി, മാഹിയായ മായിച്ചു കളഞ്ഞവൻ അല്ലാഹ് വഴികേടിന് മായിച്ചു കളഞ്ഞ പുണ്യ റസൂലിൻ്റെ ആ ഖബർ ഷരീഫ് നീ കാണും. വഹൗലഹുവിൻ്റെ പരിസരത്തും വസീറാഹു അവിടുത്തെ രണ്ട് വസീർമാരുണ്ടല്ലോ, അവരെയും കാണാം. മിൻ തഹ്തി ദുറൂഇ, ആ ഇരുമ്പ് വളയത്തിനുള്ളിലൂടെ അസ്സവാബിഗി, വിശാലങ്ങളായ. അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു ബിഹാ അഹ്തമി മിൻ കുല്ലി ബാഗിൻ വമാലിഗി, യാ സലാത്ത് സലാം കൊണ്ട് അഹ്തമി, ഞാൻ സംരക്ഷിതനാവും. മീൻ കുല്ലി ബാഗിൻ, എല്ലാ അക്രമികളെ തൊട്ടും വമാലിഗി, എല്ലാ ഗീബത്ത് പറയുന്നവരെ തൊട്ടും. അല്ലാലി വല്ല സുഹാബി മാ ഖാല ഗയ്യഖു ഖലീലയ അരിസ് ഇൻദ ഖഹ്വത്തി മഅല്ലാലി വല്ല സുഹാബി മാ ഖാല ശൈഖു ഖലീലയ അരിസ് ഇൻദ ഖഹ്വത്തി റാബിഗി. ആലിനും അസ്ഹാബിനും ഉള്ള നിലയിൽ സ്വലാത്തും സലാമും. ഖാല ശൈഖുൻ, പ്രേമികൾ പറയുന്ന കാലമത്രയും, പ്രേമി പറയുന്ന കാലമത്രയും, എന്ത് പറയുന്ന കാലമത്രയും. ഖലീലയ അരിസ് ഇൻദ ഖഹ്വത്തി റാബിഗി എന്ന് പറയുന്ന കാലമത്രയും. അല്ലാഹു തആല എൻ്റെ ഫضل നമുക്കൊക്കെ തരട്ടെ. അത് ആസ്വദിച്ച് മരിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. ആസ്വദിച്ച് മരിക്കുന്നവരിൽ, ഇതൊക്കെ ആസ്വദിച്ച് മരിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഇങ്ങനെ പ്രേമിക്കാൻ, ഇതിനപ്പുറം പ്രേമിക്കാൻ, അവരെ കാലിൻ്റെ അടിയിൽ ചോട്ടിലൂടെ മുത്തുനബിനെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവരെ കാൽപാദത്തിൻ്റെ അടിയിൽ കണ്ണ് കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് റസൂലുള്ളാഹിനെ കാണാം. നമ്മളെ കണ്ണ് അവിടുത്തെ കാൽപാദത്തിൻ്റെ അടിയിൽ എത്താത്തതാണ് കുഴപ്പം. അവരെ കാലിൻ്റെ അടിയിൽ നമ്മളെ കണ്ണ് കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് ആകാശത്തിൻ്റെ മുകളിൽ മുത്തുനബിയുടെ പ്രകാശം കാണും. വയറുവേദനയും വയറിളക്കം മാറാൻ സഹോദരൻ 101 രൂപ. ഷിഫ നൽകണമേ റബ്ബേ, ഷിഫ നൽകണമേ റബ്ബേ, ഷിഫ നൽകണമേ റബ്ബേ, ഷിഫ നൽകണമേ റബ്ബേ, ഷിഫ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്.
നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങി വെച്ചു. എന്ത് തുടങ്ങി വെച്ചു? 8 ആമുഖം പറഞ്ഞു. കുറച്ച് ആമുഖം കൂടി ഇനിയും ബാക്കിയുണ്ട്. എന്തിന്? അൽ-കഹ്ഫ്. എന്നിട്ട് അൽ-കഹ്ഫ് ഓരോ വരിയും അർത്ഥം വെക്കും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ 10 കൊല്ലം കൊണ്ട് തീർന്നോളുന്നില്ല. അങ്ങനെ അർത്ഥം വെക്കും നമ്മൾ ഇൻഷാ അല്ലാഹ്. നമ്മളൊരു പണിയെടുക്കണം, അങ്ങോട്ടും അതിൻ്റെ അടിയൊക്കെ മാന്തി വെക്കുക. അൽ-കഹ്ഫ്. അപ്പോൾ അൽ-കഹ്ഫിൻ്റെ പുതിയ വ്യാഖ്യാനം, അതിൻ്റെ ക്ലാസ്സിൽ ചേരാൻ അംഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അവർ അംഗങ്ങൾ അതിൽ അറിയിക്കണം, ഞാൻ തയ്യാറാണെന്നുള്ളത് അവർ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ആഴ്ചയിൽ 2 ക്ലാസ് ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്ത 2 ക്ലാസ് ശവ്വാലിൽ ഒരു പക്ഷേ ആരംഭിക്കും, അല്ലെങ്കിൽ ദുൽഖഅദ് തുടക്കത്തിൽ. ആളുകളുണ്ടാവണം. എന്നിട്ട് എന്തിനാ ആളില്ലാതെ പറയാൻ കഴിയാത്തതുകൊണ്ടല്ല, പരമാവധി ആളുകളിലേക്ക് ഈ ദീനിൻ്റെ സന്ദേശത്താണ്. ആഖിർ സമാൻ്റെ സൂറത്താണ് അൽ-കഹ്ഫ്. അപ്പോൾ ഞാൻ 8 വ്യാഖ്യാനങ്ങൾ, 8 ആമുഖങ്ങൾ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് അതിൻ്റെ അത്ഭുതം. ഇനി ഓരോ ആയത്തും അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് എന്ന് തുടങ്ങി ആയത്ത് അങ്ങനെ 110 ആയത്ത്. ചിലപ്പോൾ ഒരു ആയത്ത് 3, 4, 5 ആഴ്ച വ്യാഖ്യാനിക്കും ഇൻഷാ അല്ലാഹ്. ദീന് തലയാക്കണം. ദീന് ഇവിടെ മരിച്ചെടുക്കണം. അതാണ് ഹയാത്താണ്ട്. എന്താണ് ഈ ദീൻ? ദീന് ഫാത്തിമ ബീവി കാണിച്ച ദീൻ തന്നെ. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ആ ഖബർ ഷരീഫിലെ മണ്ണ് കൊണ്ട് സ്വന്തം കവളത്ത് പുരട്ടുന്ന ഒരു ദീനുണ്ടല്ലോ, ആ ദീനിപ്പോൾ നഷ്ടപ്പെട്ടു. ഇപ്പം പശല്ലാത്ത ദീനാ നിസ്കാര ദീന്. ഇനി പശല്ല. പശുള്ളോൻ നിസ്കരിക്കണം, അപ്പം പശ ഉണ്ടോ? ഇന്ന് പശല്ലാത്തതാണ്. എന്തേ നമുക്കുണ്ടായത്? റമദാൻ കഴിഞ്ഞു, നമുക്ക് എന്താ ഉണ്ടായത്? നമ്മൾ എന്ത് മാറ്റം ഉണ്ടായത്? റമദാൻ കഴിഞ്ഞിട്ട് എന്ത് മാറ്റം നമ്മളിലുണ്ടായത്? റമദാൻ കഴിഞ്ഞൊരു 30 ദിവസം നോക്കുമ്പോൾ എന്ത് മാറ്റം ഉണ്ടായത്? 600 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചല്ലോ സുന്നികളൊക്കെ. അവിടെ എന്ത് കിട്ടിയത്? സ്വർഗ്ഗല്ലേ? സ്വർഗ്ഗം ഒന്നും ചെയ്യാത്തൊരു കൊടുക്കൂല അല്ലാഹു തആല. ലം യഅമൽ ഹസനത്തൻ ഖത്ത്. ആർക്കട ചങ്ങായിമാരെ സ്വർഗം വേണ്ട? ഒന്നും ചെയ്യാത്തതിന് കൊടുക്കണമല്ലേ സ്വർഗം? മുഅ്മിൻ എന്ന് പറയാൻ എന്താണ് എനിക്ക് കിട്ടിയെന്ന് എൻ്റെ ചോദ്യം. അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കണം. സ്വർഗം ഒന്നും ചെയ്യാത്തതിന് കൊടുക്കണമല്ലേ? ലം യഅമൽ ഹസനത്തൻ ഖത്ത്. ജീവിതത്തിൽ ഒരു നന്മയും അയാൾ ചെയ്തിട്ടേ ഇല്ല. അയാൾ അള്ളാഹിൻ്റെ കോടതിയിലെത്തിയപ്പോൾ അല്ലാഹു തആല ഫദ്ഖുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കയറിക്കോ, പോയിക്കോ, ഒന്നുമില്ല, ഹിസാബുമില്ല, പോയിക്കോ. ഖശിയത്തിൻ്റെ ബാബിൽ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി. മരിച്ചെന്ന് സ്വർഗം കിട്ടും, മരിച്ചെന്ന് കള്ളോടിയാൻ കിട്ടില്ല. നിനക്ക് എന്ത് കിട്ടി എന്നാ ചോദ്യം. ഒരു കൊല്ലത്ത് നോമ്പ് കഴിഞ്ഞാൽ റമദാൻ കഴിഞ്ഞല്ലോ, അതെന്ത് കിട്ടിയ? എന്താ കാരണം? ദീനില്ലായ്മ കാരണം. എന്താണ് ദീനെന്ന് മനസ്സിലായിട്ടില്ല, അതാണ് കാരണം. നിസ്കാരമുണ്ട്, ദീനില്ല. നോമ്പുണ്ട്, ദീനില്ല. സക്കാത്തുണ്ട്, ദീനില്ല. സ്വതക്കുണ്ട്, ദീനില്ല. ദീൻ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഞാൻ പിന്നീട് വെള്ളിയാഴ്ച പറയാം. എൻ്റെ ബാക്കി ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. മറ്റന്നാൾ പറഞ്ഞു എന്താണ് ദീന്, എന്തേന്നു ദീന്, എന്താണ് ദീന്. ഇന്ന് ബുധനാഴ്ചയല്ലേ? നാളെ വ്യാഴം, മറ്റന്നാൾ വെള്ളി ഇൻഷാ അല്ലാഹ്. അപ്പം എന്തിന് നമ്മൾക്ക് നഷ്ടപ്പെട്ടു? ദീൻ മരിച്ചുപോയി. ദീനാണ് മരിച്ചത്. ആ ഒരു വംശി തകറുമൻ എന്ന് പറഞ്ഞില്ലേ? തൻസിൽ അനിൽ അക്വാരി വംശി തകറുമ. അത് ദീനാണല്ലോ. അതിന് നമുക്കുണ്ടോ? നമ്മൾ സെൽഫി എടുക്കല്ലേ? നമുക്ക് ദീനുണ്ടോ? മനസ്സിലായില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ എന്ത് പറഞ്ഞല്ലോ, ഉണ്ടോ? നടന്നോ? വാനല്ലേ? വാനുണ്ടായാലും നടന്നൂടെ? വാനുണ്ടായിട്ട് നടക്കാനാണ് അവിടെ പറഞ്ഞത്. ഇവിടെ ഒരു ചങ്ങായി കഴിഞ്ഞതിന് മേലത്തെ കൊല്ലം നടന്ന ഹജ്ജിന് പോയി. അയാൾക്ക് അതിൻ്റെ പേരിൽ കിട്ടിയ പ്രയാസത്തിന് കയ്യും കണക്കുകയില്ല. അല്ല, എന്താണെങ്കിലും ഒരാൾ അതും വേണമല്ലോ. മുൻകാലത്ത് ഇപ്പോൾ CM-ൻ്റെ ആണ്ടാണെന്നേരെ CM-ൻ്റെ ബാപ്പ നടന്ന ഹജ്ജിനായത്. എന്ത് അന്ന് വാനുണ്ടായില്ലേ? അതൊരു ജൂതല്ലേ? അതെന്നും ഉണ്ടായിട്ടുണ്ടല്ലോ. എന്തേ അവരെന്ന കാലത്ത് വാനല്ലേ? ഇപ്പം ഇബ്രാഹിം നിയാസി 20-ാം നൂറ്റാണ്ടിലാണ് ഇബ്രാഹിം നിയാസി ജീവിക്കുന്നത്. എന്നിട്ട് ഇവിടെ പറഞ്ഞല്ലോ, മദീനൻ്റെ കുപ്പ കണ്ടാൽ ജന്താക്കണം, ഇറങ്ങണം, പിന്നെ ജന്ത് ചെയ്യണം.
നടക്കണം. എത്ര കിലോമീറ്റർ? എത്രയോ 10-15 കിലോമീറ്റർ നടക്കേണ്ടി വരുമല്ലോ. അത്ര ദൂരത്തു നിന്ന് കാണുമല്ലോ. എന്ത് പറയടോ? അത്ര ദൂരത്തിന് 10-15-20 കിലോമീറ്റർ ദൂരത്തിന് എന്ത് കാണും? എന്ത് കാണും? ഖുബ്ബ കണ്ടാൽ തുസല്ലി അലൻ നബിയിൽ മുസ്തഫ വൻസിൽ അനിലക്കോരി. പിന്നെ വാഹനം ഉപയോഗിക്കരുത്. തക്കറുമൻ, വംശി തക്കറുമൻ, നടക്കണം, ബഹുമാനിച്ചടക്കണം. അപ്പം അങ്ങനെ നടത്തണ്ടല്ലോ. സുന്നി മൂല്യന്മാരടക്കം കള്ളിയാക്കി ചീത്ത പറഞ്ഞു. അത് സോഷ്യൽ മീഡിയ പൈസ ഉണ്ടാക്കണേ എന്തോ ആകട്ടെ. ഒരു മൂല്യരല്ലല്ലോ, ഒരു നാടനല്ലേ. അൽഹംദുലില്ലാഹ് എന്നല്ലേ പറയണ്ട്. മൂല്യന്മാരടക്കം സോഷ്യൽ മീഡിയയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാടുപെടുക. അങ്ങനത്തെ ഒരു നാടൻ, പക്ക നാടൻ, ഒരു നാടൻ പോയല്ലോ. ചിന്തിക്ക്. ഇപ്പം ആ മനുഷ്യനെ കൊണ്ട് ഞാൻ എന്താണെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് പള്ളി മദ്രസ ഉണ്ടാകുക. കാരണം എന്തുകൊണ്ട്? ആ നോർത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യൻ ഒരു വലിയ മാനാണെന്ന് തോന്നാണ്. അപ്പം ആ മനുഷ്യൻ ചെന്നാൽ ഒരു പൈസ കൊടുക്കും, അവിടെ പള്ളി മദ്രസ ഉണ്ടാക്കുകയാണ്. ഇപ്പം ഛത്തീസ്ഗഡിൽ അവിടുന്ന് എന്തായാലും ചിലർ പറയും വലിയ ആളായാവില്ലേ നടക്കണം. ആയിക്കോട്ടെ ചങ്ങായി, ആയിക്കോട്ടെ, എനക്കെന്താ പണി? ആ നാട്ടിൽ ഈ മനുഷ്യൻ ചെന്നാൽ ആ നാട്ടുകാർ മുഴുവൻ കൂടും. കാരണം മക്കത്തേക്ക് നടന്നോയാൾ എന്നാണ്. ഒരു മക്കത്തേക്ക് തീരെ പോകാത്ത കൂട്ടരാണ്. അവിടെ മക്കത്തേക്ക് നടന്നോയ ഒരു മനുഷ്യനെ കാണുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി കണ്ടായാലൊക്കെ പൈസ കൊടുക്കുക. ഈ പൈസ കൊണ്ട് പള്ളി മദ്രസ ഉണ്ടാക്കും. ഓൻ്റെ ചിലവും കഴിഞ്ഞിട്ടുണ്ടാവും. അതിന് എനിക്കും അല്ല ഇഷ്ടമുണ്ട്. മക്കത്തെ ഇമാമിനില്ലേ ചിലവിൻ്റെ പൈസ? എൻ്റെ മക്കത്തെ ഇമാമിന് പൈസ വാങ്ങാൻ പാടുണ്ടെന്ന് മറ്റേ ഷിയാബ് ചോറ്റൂരിന് പൈസ വാങ്ങാൻ പാട്. അത് ഏത് വാപ്പയുടെ പറഞ്ഞേ? നിങ്ങൾക്കൊക്കെ മുണുങ്ങാൻ പൈസ വാങ്ങാം, നിങ്ങൾക്ക് വയൽ പറഞ്ഞാൽ പൈസ വാങ്ങാം, ഇമാമത്തിന്നാ പൈസ. ഷിയാബ് ചോറ്റൂരിന് ഛത്തീസ്ഗഡ് പോയിട്ട് മദ്രസ ഉണ്ടാക്കുമ്പോൾ 5,000-10,000 വാങ്ങാം. അത് പാടില്ല. അത് ഏത് ബാപ്പാൻ്റെ മതം? ഓനല്ലേ പെണ്ണുങ്ങൾ കുട്ടികൾ. ഏതായാലും നാട് ഹയാത്താണില്ലേ. എത്ര നാട്ടിൽ മദ്രസ ഉണ്ടായി, എത്ര നാട്ടിലെ മദ്രസ ഉണ്ടായത്, എത്ര നാട്ടിലെ പള്ളി ഉണ്ടായത്? എന്താ ഇതൊക്കെ? നമ്മൾ ഒരു മനുഷ്യനെ ചീത്ത പറയാൻ എളുപ്പമല്ലേ? അയാൾ നമുക്ക് നീയത്തറിയോ? അല്ല ഷക്കത്ത ഖൽബഹു എന്ന് ചോദിച്ചില്ലേ? ജോന്റെ ഹൃദയം കീറി നോക്കിയോ? നമ്മളോ പോകൂല. ഒരു മനുഷ്യൻ പോയി, നടന്നു പോയി, അവൻ തിരിച്ചു പോരും, വാഗാതിർത്തിയും തിരിച്ചു പോരും എന്ന് പറഞ്ഞു. എന്തൊക്കെ പൊല്ലാപ്പുണ്ടാക്കി. അള്ളാഹു തൗഫീഖ് കൊടുത്തില്ലേ? പോയില്ലേ? കഅബാലയത്തിൻ്റെ മുറ്റത്ത് കഅബാലയത്തിൻ്റെ കിസ്ബയിൽ പിടിച്ചില്ലേ? ഇവിടുന്ന് ചോറ്റൂരിൽ നടന്നിട്ട് അവിടെ വരെ എത്തിയില്ലേ? അൽഹംദുലില്ലാഹ്, റബ്ബിൻ്റെ തൗഫീഖല്ലേ? പറയാതെ റബ്ബിൻ്റെ തൗഫീഖാണോ? അല്ലേ, റബ്ബി തൗഫീഖാണ്. അത് റബ്ബിൻ്റെ ഒരു അടയാളല്ലേ? ഒരു മനുഷ്യൻ നടക്കല്ലേ ആ കാലുകൊണ്ട്? ഖുർആൻ ഓതാൻ വേണ്ടി ദാറുൽ അർഖമിൽ നിന്ന് ബഹുമാനപ്പെട്ട മസ്ജിദുൽ ഹറാമിലേക്ക് നടന്ന കാരണത്താൽ ഹബീബ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അത് അസ്ഖലു മിൻ ഉഹദിൻ, ആ കാലിന് ഉഹദ് മലയേക്കാൾ ഭാരമുണ്ടാവുന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞില്ലേ. ആരെ കാലിനെ പറ്റി? മഹാനായ സയ്യിദുന ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ കാലിനെ നാളെ തൂക്കിയാൽ അതിന് ഉഹദ് മലയേക്കാൾ ഭാരമുണ്ടാവും ആ കാലിന് മുസ്തഫ നബി പറഞ്ഞില്ലേ. അപ്പം നടക്കൽ ചെറിയ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്മാർക്ക് ഒരു നിസ്കാരമുണ്ട്, ഒരു പശല്ലാത്തൊരു നിസ്കാരം. പശല്ലാത്ത കുറച്ച് പള്ളിയും, കുറച്ച് പശല്ലാത്ത പള്ളിയുണ്ട്, കുറച്ച് പശല്ലാത്ത നിസ്കാരമുണ്ട്. ഞാൻ കുറ്റം പറയല്ല, പക്ഷേ അതിനപ്പുറം ഒരു ദീനി നമുക്കില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം, ദീൻ അതിൻ്റെ ഒക്കെ അപ്പുറത്താണ്. ആ ദീനാണ് നഷ്ടപ്പെട്ടതായിട്ട്. അപ്പോൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് അൽ കഹ്ഫിൻ്റെ വ്യാഖ്യാനത്തിലൂടെ അന്തർലോർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വർഷങ്ങളോളം നീണ്ടുക്കുന്നൊരു ക്ലാസ് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് മുമ്പ് എനിക്കൊരുപാട് അതുമായി ബന്ധപ്പെട്ട റിയാളുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങുള്ളൂ. അമുഖം തന്നെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് കുറേ റിയാളുകൾ വീട്ടാനുണ്ട്. ആ റിയാളുകൾ വീട്ടിയിട്ട് ഞാൻ ആ ക്ലാസ് തുടങ്ങുള്ളൂ. ഷവ്വാലിൽ മിക്കവാറും ഷവ്വാലല്ല, ദുൽഖഅദ ഹജ്ജിൽ ഏതെങ്കിലും ഒരു മാസം തുടങ്ങും. അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. പരമാവധി ആളുകൾ അതിലേക്ക് കയറാൻ തയ്യാറായാൽ ഞാൻ ആ ക്ലാസ് ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.